ഇതെന്തായിരിക്കും? ഇതെന്തിനായിരിക്കും? മിസൈൽ വെച്ചില്ലേ? ഇതിലെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ പീരങ്കി കാര്യങ്ങൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചേക്കുന്നത്. ഡസ്റ്റ്ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അങ്ങോട്ട് ഒളിഞ്ഞു നോക്കുന്ന സ്ഥലം. ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് പ്രതിരോധ മതിലാണിത്. ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പറ്റും. നമുക്കൊന്ന് താഴോട്ട് ഇറങ്ങിപ്പോവാം. ഇതിലൂടെയും വെടിവെച്ചിടാം. ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ എയിം ആദ്യം 50 50 കഴിഞ്ഞു. ഇനി 100 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം. ഇതിലെല്ലാം തോക്കും കാര്യങ്ങളൊക്കെ വെച്ച് ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ഉണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് നോക്കട്ടോ. ഇതുപോലത്തെ നടപ്പാത ഇങ്ങനെ എല്ലാ സീനും കണ്ട് ഇതിലിങ്ങനെ വരാൻ പറ്റും. അപ്പോൾ ഇതിലേ വന്നിട്ട് ഇങ്ങനെ ആ വഴി താഴെ ഇറങ്ങാൻ പറ്റും. ഇതും ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഒരു പ്രതിരോധ മതിലാണ് കേട്ടോ. ഇവിടെ കടകളൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടതും അല്ലാത്തതും ക്ഷീണം തീർക്കാനുള്ളതൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. ഇതിലൂടെ വരാം. അവിടുന്ന് ഫസ്റ്റ് റൈറ്റ്, കവാടത്തുനിന്ന് അകത്തോട്ട് കയറിയ ഉടനെ ഫസ്റ്റ് റൈറ്റ് ഇങ്ങനെ വന്ന നടപ്പാതയിലൂടെ ഇങ്ങനെ എത്താം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് താഴോട്ട് ഞാൻ ഒന്ന് പോട്ടെ. ഇവിടുന്ന് താഴെ ഇറങ്ങി നോക്കാം കേട്ടോ. നമുക്ക് താഴോട്ട് ഇറങ്ങാം. നല്ല കല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ല അടിപൊളി പാതയാണ് കേട്ടോ. നല്ല രസമുണ്ട്. 2 സൈഡും ചെടികളെല്ലാം നട്ടിട്ട് ലൈക്ക് ഒരു ഗാർഡൻ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. കപ്പിൾസൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാത്തവരുണ്ട്, വന്നിരുന്നിട്ടുണ്ട്. ഈ വഴി ഇറങ്ങിയ കടലിലോട്ട്, അവിടെ ആ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും. അവിടത്തേക്ക് എത്താൻ പറ്റും. ഇതിലെ എത്താൻ പറ്റും. എന്തായാലും താഴോട്ട് ഇറങ്ങി നോക്കാം. ബേക്കൽ ഫോർട്ട് കാണാത്തവർ എന്തായാലും വന്ന് കാണണം കേട്ടോ. വൺസ് എങ്കിലും വിസിറ്റ് ചെയ്യേണ്ടതാണ്. പൂന്തോട്ടം നല്ല രസമുണ്ട്. ചെടികളെല്ലാം പിടിപ്പിച്ച് വെച്ചിട്ട് അടിപൊളിയാണ്. ആൾക്കാരൊക്കെ മടങ്ങി, നേരത്തെ വന്നവരൊക്കെ മടങ്ങി കേട്ടോ. പിന്നെ കുറേ പേര് ഇപ്പം വന്ന് തുടങ്ങിയിട്ടുമുണ്ട്. എൻ്റെ പുറകിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അങ്ങോട്ട് പോവാം. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് പോവാം. ആദ്യം ഉപ്പ് കാറ്റ് വരുന്നുണ്ട്. വാഹക്കകത്തേക്ക് ഉപ്പ് തെറിക്കുന്നു. ഉപ്പിൻ്റെ രുചി ഗായ്സ്. ഇതെന്താ? ഞാൻ ആദ്യം വിചാരിച്ച മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുന്നത് മറന്ന്. ഈ വഴി നടന്ന് അങ്ങോട്ട് പോവാം. ഹെൽമെറ്റും ഉണ്ട് കയ്യിൽ.
കടലിൻ്റെ തൊട്ടടുത്ത് എന്ന് വെച്ചാൽ കടലിലോട്ട് ഇറങ്ങുന്നില്ല, ഇറങ്ങാൻ പറ്റുമായിരിക്കും, ആ സൈഡ് കൂടി പോയാൽ ഇറങ്ങാൻ പറ്റുമായിരിക്കും, അറിഞ്ഞൂടാ. ഇതിപ്പം കടലിൻ്റെ തൊട്ടടുത്ത് എന്ന് വെച്ചാൽ മുകളിൽ നിന്നിട്ട് കാണാൻ പറ്റും. ഇത് ഇവിടെയുള്ള ലൈഫ് ഗാർഡാണ്. വാ, കുട്ടികള് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതുകൊണ്ട് ചെറിയ കുട്ടികൾ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ട് ഇവരെ ഇറക്കി വിട്ട് ലൈഫ് ഗാർഡ് ഇവരെ ഡ്യൂട്ടി ചെയ്യുന്നത്. അതാണ് ഗൈസ്. ഇവിടുത്തെ ലൈഫ് ഗാർഡാണ്. പിന്നെ ഒരു 92-91 വരെയുള്ള ഒരു ബോംബെ മൂവി ഷൂട്ടിംഗ് എടുത്തത് ഇവിടുത്താണ്. ബോംബെ ആണ് ഫസ്റ്റ് എടുത്തത്. ഒരു മുത്തശ്ശിക്കഥയാണ്. മുത്തശ്ശിക്കഥയ്ക്ക് ശേഷമാണ് ബോംബെ ഷൂട്ടിംഗ് ചെയ്തത്. പക്ഷേ ബോംബെ ഷൂട്ടിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പടങ്ങൾ, മഹാനദി, പിന്നെ ഫ്ലാഷ്, അങ്ങനെ ഒരുപാട് പടങ്ങൾ, ജയറാമിൻ്റെ ഈ ഇത് പിന്നെ ഓ സൈനബ എന്നുള്ള ആ പാട്ടിൻ്റെ ഒരു സീൻ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പടങ്ങൾക്ക്, കറുത്ത പക്ഷി, മഴ മുൻപ്, ആ ഒരു പടങ്ങളൊക്കെ ഇവിടുന്ന് ബിജു മേനൻ്റെയൊക്കെ അങ്ങനെ ഒരുപാട് പടങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ടിംഗ് ചെയ്ത ഒരു ഏരിയയാണത്. പക്ഷേ ഇത് ഈ ടിപ്പു സുൽത്താൻ എന്നല്ല, ശിവപ്പൻ നായിക്കാണ് ഇതിൻ്റെ ഒരു നിർമ്മാതാവ്. പക്ഷേ ശിവപ്പൻ നായിക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു മതിൽ പോലെ കെട്ടിയാണ്. പിന്നീടാണ് ഹൈദരാലി വന്നിട്ട് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത്, പുള്ളിക്കടുത്ത് യുദ്ധങ്ങൾ ചെയ്ത് പിന്നെയാണ് ടിപ്പുവിൻ്റെ അണ്ടറിലായത്. അങ്ങനെ ഈ കോട്ട വളരെ നല്ല ഒരു വലിയൊരു കോട്ടയാണ്. ഏകദേശം ഒരു നമ്മുടെ കണ്ണൂർ കോട്ടേനേക്കാളും വളരെ, ഒരു പാലക്കാട് കോട്ടേനേക്കാളൊക്കെ വളരെ 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 വലിയൊരു കോട്ടയാണത്. അറബിക്കടലോട് അനുബന്ധിച്ചെടുക്കുന്ന ഒരുപാട് നല്ല മനോഹരമായ ഒരു ഇത്. ഈ പാറയിൽ നിന്ന് ഒരുപാട് കടലുകൾ ഇങ്ങനെ, തിരമാലകൾ ഇങ്ങനെ അടിച്ച് ഉയരങ്ങളിലേക്ക് എത്തുമ്പം അത് കാണാനായിട്ട് ഒരുപാട് കർണാടക സ്ഥലത്തു നിന്നും ഒരുപാട് വരുന്ന ഒരു കന്നഡ സ്ട്രീറ്റ് സഹോദരങ്ങൾ, ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു എൻജോയ് ആണ്. ബേക്കലും കോട്ട എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടുള്ള ഒരു പടം കൂടി ഷൂട്ടിംഗ് ചെയ്ത് പോയിരുന്നു, ഒരു കന്നഡ പടം. അങ്ങനെ കന്നഡ പടം ഷൂട്ടിംഗ് ചെയ്തത് ഒരു പുതിയൊരു ലക്ഷ്മി ദാണ്ട എന്നുള്ളൊരു പടമാണ്. പക്ഷെ അത് ഇറങ്ങിയില്ല. ഒരു ചെറിയൊരു പാട്ട് സീനും ഒരു സ്റ്റണ്ട് സീനും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ ഈ റാണിപുരം വെച്ചിട്ട് എടുക്കുന്ന ഒരു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല നല്ല പടങ്ങളൊക്കെ ഷൂട്ടിംഗ് ചെയ്താണ്. പിന്നെ ഇതിൻ്റെ കൂടെ അനുബന്ധിച്ചെടുക്കുന്നതാണ് നമ്മുടെ താജ് ലളിത്, ആ കാണുന്ന ഒരു മിന്നാരം പോലത്തെ ഒരു ഇതാണ്. അതൊരു കോടിയാണത്. പണ്ടേ ഈ ശവങ്ങളൊക്കെ ഈ മരിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ കത്തിച്ച് കളയും. പക്ഷെ അന്നത്തെ കാലത്ത് അത് വലിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് പിന്നെ കുഴിയെടുത്ത് അതിലേക്ക് മൂടി മൂടുക എന്നുള്ള, മണ്ണിടുക എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ തീയിട്ടൊക്കെ തീ കത്തിച്ച് അതിനെ ദഹിപ്പിച്ച് കളയുക. പക്ഷെ പണ്ട് ആ ഒരു ഇതില്ലായിരുന്നു. അവിടെ ഒരു മുക്രിയാണ് ഉണ്ടായത്. പക്ഷെ ആ മുക്രി ഇപ്പം മരിച്ചു പോയത് കൊണ്ട് ഇപ്പം അതൊരു കോടി എന്നാണ്, ആ കോടി വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ അത് കോടി ഇപ്പോഴും ആ ഒരു പേര് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അടുത്താണ് താജ് ലളിത് സ്ഥിതി ചെയ്യുന്നത്. വളരെ ടൂറിസ്റ്റ് ഹോട്ടലുകളാണ് അത്. വളരെ ഇതിപ്പം എത്ര ഏക്കർ ഉണ്ട്? ഇതിപ്പോ ഏകദേശം ഒരു 47 ഏക്കർ ഉണ്ട്. 47 ഏക്കർ ഒരു സ്ഥലമാണ്. ഏകദേശം ഒരു 37ന്റെ ഉള്ളിൽ വരും. പക്ഷെ അതായത് പുറത്തു കൂടിയാക്കി ആകുമ്പോൾ ഒരു 40 ഉള്ളിൽ വരും എന്തായാലും. എത്ര വർഷം പഴക്കം ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 600, അതായത് നമ്മൾ ശരിക്കും ഇതിന്റെ ഇതാണെങ്കിൽ ഒരുപാട് ലോകം, പക്ഷെ 600 വർഷങ്ങൾ. അതെ അതെ അതെ, 300 വർഷം എന്നല്ല, അതിന്റെ കൂടുതലുണ്ടാവും സാറേ. അതിന്റെ കൂടുതലുണ്ടാവും.
അതിൻ്റെ കൂടുതലുണ്ടാവും ഒരുപാട്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് കിടക്കുന്ന ഫിഷറീസ്, ഫിഷർമാൻ, മത്സ്യത്തൊഴിലാളിയുടെ ഏരിയയാണ് ഈ കാണുന്നത്. ഈ പച്ച മക്കാമ മുതൽ അങ്ങേറ്റം വരെ കാണുന്നത് ഫിഷറീസ്, ഈ മീൻപിടുത്തക്കാരുടെ ഒരു ഏരിയയാണത്. പിന്നെ പ്രത്യേകിച്ച് അവിടെയൊക്കെ ഇവിടെ ദൈവം സഹായിച്ച ഒരു അപകടങ്ങളോ സുനാമിയോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാതെ ആ കടലിലമ്മ ഒരുപാട് ഈ മക്കളുടെ അവരുടെ ജീവിത മാർഗമാണത്. പക്ഷെ ഒരു ആപത്തും കൂടാതെ അവരെയൊക്കെ സൂക്ഷിക്കുകയും അവരെ ഇത് സുനാമി പോലും ഇവിടെ സംഭവിച്ചിരുന്നില്ല. നല്ലൊരു ഇതാണ് ഒരു. എൻ്റെ പേര് പത്രോസ് എന്നാണ്. പത്രോസ്. എവിടെ സ്ഥലം? ഞാൻ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രത്താണ്, പക്ഷെ ഇവിടെയാണ് ഞാൻ താമസം. എത്ര വർഷമായി ഇപ്പോൾ? ഇവിടെ ഇപ്പോൾ ഒരുപാട് വർഷമായി സാറേ, ഒരു 47 വർഷങ്ങളോളം കൂടുതലായി ഇവിടെ വീടൊക്കെ വെച്ച് താമസിക്കുകയാണ്. അതെ 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 അതെ. ഗൈസ്, മഴ വന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് മേളിലോട്ട് കയറുന്ന സീൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മഴയത്ത് ഓടുകയായിരുന്നു. അവിടെ നിൽക്കാൻ, മഴ കൊള്ളാതെ നിൽക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെ പിന്നെ മേലോട്ട് ഓടി കയറി. ഇപ്പം മഴ പാറുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴി ഉണ്ടല്ലോ, അതാണ് ഈ വഴി. ഞാൻ കവാടത്തിൻ്റെ അടുത്തുനിന്ന് റൈറ്റിലോട്ട് കയറി വന്ന ഈ വഴിയും ലെഫ്റ്റിലോട്ട് കയറിപ്പോയി. അത് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ലെഫ്റ്റിലോട്ട് പോകാൻ. അപ്പോൾ ഇതാണ് എളുപ്പം. ഇതിപ്പോൾ ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് ഇതിലൂടെ വന്നതുപോലെ അങ്ങനെ കറങ്ങി പോവാം. ഇപ്പം ഞാൻ ഈ വഴി വരാത്തതുകൊണ്ടാണ് ഈ വഴി കേട്ടും പോകുന്നത്. അത് കണ്ട, ഇവരെല്ലാം ഈ വഴി ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടത്. അതായത് 300 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു കോട്ടയാണിത്. 40 ഏക്കറോളം സ്ഥലമുണ്ട് ഇതിന്. കണ്ടാൽ തന്നെ അറിയാം. പിന്നെ കുറേ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട്. ഗൈസ്, അങ്ങനെ വീണ്ടും എൻ്റെ മൈക്ക് പണി തന്ന്. അങ്ങനെ മഴയായിട്ട് എല്ലാവരും ഓടുകയാണ് കേട്ടോ. ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ മഴ വന്നു. ഏതാണ്ട് കുറച്ചൊക്കെ ഞാൻ നനഞ്ഞ്. ഗൈസ്, അപ്പോൾ എല്ലാവരും ദയവ് ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് കാണുന്നുണ്ട് ചാനൽ. പ്ലീസ് ദയവ് ചെയ്തിട്ട്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുക്കുന്നതല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ മഴ നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കാണാൻ വീണ്ടും.